ഐ ആം സോ ബ്ലസ്ഡ്, ഫീലിംഗ് ബ്ലസ്ഡ് എന്നൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നത് അവരുടെ സ്വപ്നങ്ങൾ സഫലമാകുമ്പോഴാണ്. പുതിയ ജോലി ലഭിച്ചാൽ, പുതിയ സ്ഥലത്തേക്കുള്ള യാത്ര ക്രമീകരിക്കപ്പെട്ടാൽ, പുതിയ കൂട്ടുകാരെ കിട്ടിയാൽ, ശമ്പള വർധനവുണ്ടാകുമ്പോൾ, പഠനം പൂർത്തിയാകുമ്പോൾ, കുറെ അപ്രതീക്ഷിതമായ നന്മകൾ വരുമ്പോൾ, അങ്ങനെ നമ്മെ സന്തോഷിപ്പിക്കുന്നത് എന്തെല്ലാം വന്നാലും നാം പറയും, ഞാൻ അനുഗ്രഹീതനാണെന്ന്, അഥവാ ഞാൻ ഭാഗ്യവാനാണെന്ന്. എന്നാൽ ഞാൻ അനുഗ്രഹീതനാണ്, ഭാഗ്യവാനാണ് എന്ന് പറയുന്നതിൻ്റെ യഥാർത്ഥ അർത്ഥമെന്താണ്? അനുഗ്രഹിക്കപ്പെടുക എന്ന പദം ഇന്ന് നമ്മുടെ ചുറ്റുപാടും ഉള്ളതുപോലെ തന്നെ ദൈവവചനത്തിലുമുണ്ട്. എന്നാൽ നാം ഉപയോഗിക്കുന്നത് പോലെയുള്ള അർത്ഥത്തിലല്ല ദൈവവചനത്തിൽ ആ പദം ഉപയോഗിച്ചിരിക്കുന്നത്. ഭവനം കിട്ടുക, സമ്പത്ത് കിട്ടുക തുടങ്ങിയതൊക്കെ നല്ല കാര്യങ്ങളാണ്. പക്ഷേ ഇതെല്ലാം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നതിന് പകരം ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുകയാണ് എങ്കിൽ അത് ഒരനുഗ്രഹമല്ല, അത് നമ്മെ ഭാഗ്യവാന്മാരാക്കുകയില്ല. നേട്ടങ്ങൾ നമ്മെ ഭാഗ്യവാന്മാരാക്കുകയോ? യേശു തികച്ചും വിപരീതമായ കാര്യങ്ങളാണ് പറഞ്ഞത്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെക്കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. ആത്മാവിൽ ദരിദ്രനായതിനാൽ ഞാൻ ഭാഗ്യവാനാണെന്ന് നാം പോസ്റ്റ് ചെയ്യുമോ? ഉപദ്രവം ഉള്ളതിനാൽ ഞാൻ ഭാഗ്യവാനാണെന്ന് നാം ഉച്ചത്തിൽ പറയുമോ? എല്ലാ തിന്മയും കളവായി പറയുന്ന വേളയിൽ ഞാൻ ഭാഗ്യവാനാണെന്ന് നാം പറയുമോ? നഷ്ടങ്ങളുടെ നടുവിൽ, വേദനകളുടെ നടുവിൽ, രോഗങ്ങളുടെ നടുവിൽ, ഒറ്റപ്പെടലിൻ്റെ നടുവിൽ നാം അനുഗ്രഹിക്കപ്പെടുകയോ? ദൈവമക്കളുടെ നന്മകൾ നിരത്തിവെച്ച് അതിനെ ഭാഗ്യാവസ്ഥയെന്ന് വിളിക്കുവാൻ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നില്ല. ലോകത്തിലുള്ള സകല സമ്പന്നന്മാരെയും ഒരുമിച്ച് വെച്ചതിനു ശേഷം ലോകത്തിലെ ഏറ്റവും പാവപ്പെട്ട ദൈവ പൈതലിനെ മറുവശത്ത് വെച്ചാൽ അതിലെ ഭാഗ്യവാൻ ആ ദൈവ പൈതലാണ്. യേശു ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ ദൈവ പൈതലെ നീയാണ് അനുഗ്രഹീതനും ഭാഗ്യശാലിയും. ഒരു പാവപ്പെട്ട ദൈവ പൈതലിന് മുൻപിൽ അവരെല്ലാവരും ദരിദ്രരായ മനുഷ്യരാണ്. യേശു ഉള്ളിലുണ്ടോ എന്നതാണ് പ്രധാന കാര്യം. യേശുവോടൊത്തുള്ള ജീവിതമാണ് ഭാഗ്യാവസ്ഥ നിർണ്ണയിക്കുന്നത്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ നമ്മുടെ സ്വർഗീയ പിതാവ് അനുഗ്രഹിച്ചിരിക്കുകയാണ്. കർത്താവിൽ മരിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. അതിൻ്റെ അർത്ഥം ആ ഭാഗ്യാവസ്ഥ ഈ ഭൂമി കൊണ്ട് അവസാനിക്കുന്നതല്ല, സ്വർഗത്തിലും നിത്യമായി തുടരുന്ന ഭാഗ്യാവസ്ഥയാണത്. യേശു പറഞ്ഞത്, നീ വിരുന്ന് കഴിക്കുമ്പോൾ ദരിദ്രന്മാർ, അംഗഹീനന്മാർ, മുടന്തന്മാർ, കുരുടന്മാർ എന്നിവരെ ക്ഷണിക്കുക, എന്നാൽ നീ ഭാഗ്യവാനാകും. നിനക്ക് പ്രത്യുപകാരം ചെയ്യുവാൻ അവർക്ക് വകയില്ലല്ലോ. നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിനക്ക് പ്രത്യുപകാരമുണ്ടാകും. പരീക്ഷ സഹിക്കുന്ന മനുഷ്യനെ ഭാഗ്യവാനെന്ന് ദൈവവചനം വിളിക്കുന്നു. അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. ഇങ്ങനെയുള്ള ഭാഗ്യവാന്മാരുടെ പ്രതിഫലം തികച്ചും വ്യത്യസ്തവും പണത്തിന് വാങ്ങുവാൻ കഴിയാത്തതുമാണ്. സ്വർഗരാജ്യം അവർക്കുള്ളത്. അവർക്ക് ആശ്വാസം ലഭിക്കും. അവർ ഭൂമിയെ അവകാശമാക്കും. അവർക്ക് തൃപ്തി വരും. അവർക്ക് കരുണ ലഭിക്കും. അവർ ദൈവത്തെ കാണും. അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെക്കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ച് ഉല്ലസിപ്പീൻ. ഇഫ് യു ആർ എ ചൈൽഡ് ഓഫ് ഗോഡ്, യു ആർ ബ്ലെസ്ഡ്. ഇഫ് യു ഹാവ് ജീസസ് ഇൻ യുവർ ഹാർട്ട്, യു ആർ ബ്ലെസ്ഡ്. നീ ദൈവ പൈതലാണെങ്കിൽ അനുഗ്രഹീതനാണ്. യേശു നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ നീയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യശാലി.